മാണി സി കാപ്പൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്തെ വീട്ടിൽ വെച്ച് രാവിലെ 9 മണിക്കായിരുന്നു കൂടിക്കാഴ്ച. പാലാ വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ കൂടിക്കാഴ്ച നിലപാട് അറിയിച്ചു. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരുന്നതിൽ എതിർപ്പില്ല, എന്നാൽ പാലാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മാണി സി കാപ്പൻ പറയുന്നു. കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി തിരിച്ചു പോകുന്നു. ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം തന്നെ രമേശിനോടും പറഞ്ഞിരുന്നു അല്ലെ? അവർ രണ്ടുപേരും എനിക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ചർച്ച ഉള്ളതായിട്ട് ഓൺ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നേ. അവർ പറഞ്ഞത് ഇതാരോ ഏറി പൊട്ടിച്ചു വിട്ട സാധനമാണ്. എന്റെ തീരുമാനം ഇതാണ്. ഞാൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് കളം തെളിഞ്ഞു ഒന്നുകൂടെ. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട്. ഷിനോജ്, ജോസ് വന്നാലും ഇല്ലെങ്കിലും തൻ്റെ തട്ടകം സുരക്ഷിതമാക്കുക, ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു ബി പ്ലാൻ കൂടി തയ്യാറാക്കുക, ഇതൊക്കെ എന്തായാലും മാണി സി കാപ്പന് മുന്നിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ആശങ്കയുണ്ടോ? എന്താണ് അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിലൂടെ അതിൻ്റെ ലക്ഷ്യം എന്തെന്ന് പറയുന്നത്? പ്രതീക്ഷ മാസങ്ങൾക്ക് മുൻപ് തന്നെ, ഏകദേശം 2 മാസം മുൻപ് തന്നെ മാണി സി കാപ്പൻ അവിടെ പാലായിൽ പണി തുടങ്ങിയതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് യോഗങ്ങളുമായി ബന്ധപ്പെട്ടായി പണി തുടങ്ങിയതാണ് അന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് തരത്തിൽ കേരള കോൺഗ്രസ് എം UDF-ലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് തന്നെ വളരെ ശക്തമായി തന്നെ നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ മാണി സി കാപ്പൻ ഇന്ന് രാവിലെ മലപ്പുറത്തെത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ഒക്കെ തന്നെ തരത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായും മാണി സി കാപ്പൻ മുന്നോട്ട് വെച്ചത് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതുപോലെ തന്നെ പാലാ വിട്ട് ഒരു കളിക്കും അത് മാണി സി കാപ്പൻ ഒരുക്കമല്ല. പാല ഞങ്ങൾക്ക് വേണം. അതിന് ആര് വരണോട്ടെ, കേരള കോൺഗ്രസ് എം ആര് തന്നെ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, അത് ഞങ്ങൾ എതിർക്കുകയില്ല. പക്ഷേ പാലാ സീറ്റ് വിട്ട് ഒരു തരത്തിലുള്ള കളിക്കും ഞങ്ങൾ ഒരുക്കമല്ല എന്നൊരു നിലപാടാണ് നിലവിൽ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ നേരിട്ട് പോയി കണ്ട് മാണി സി കാപ്പൻ അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയെ മാത്രമല്ല UDF-ലെ തന്നെ പല നേതാക്കൾ, പ്രത്യേകിച്ച് സതീശൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഫോണിൽ വിളിച്ച് ഈ കാര്യം മാണി സി കാപ്പൻ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ UDF നേതൃത്വം തയ്യാറായിട്ടില്ലാതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മാണി സി കാപ്പൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പാല വിട്ട് ഒരു കളിക്കുമില്ല. എന്തായാലും ജോസ് കെ മാണി അല്പസമയം മുൻപ് തന്നെ മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞത് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് മുന്നണി മാറ്റം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വെറും മാധ്യമ സൃഷ്ടിയാണ് എന്നൊരു കാര്യം മാത്രമാണ് ഇത്തരത്തിൽ ജോസ് കെ മാണി അല്പസമയം മുമ്പ് കോട്ടയത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷേ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം സമീപകാലത്തൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, അത്തരത്തിൽ അകത്ത് പല കാര്യങ്ങളും നീറി പുകയുന്നുണ്ട്. പ്രത്യേകിച്ച് 2 MLA-മാർക്ക് വളരെ കാര്യമായി തന്നെ ഇത്തരത്തിൽ മുന്നണി മാറണം എന്ന് സജീവമായി തന്നെ ആഗ്രഹമുള്ള MLA-മാരൊക്കെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചർച്ചകളും മുന്നണി നീക്കങ്ങളും മാറ്റങ്ങളും മുന്നണിയിലേക്ക് മറ്റുള്ള കക്ഷികളെ കൊണ്ടുവരിക എന്നതൊക്കെ തന്നെ ഒരു പുതുമയുള്ള അല്ലെങ്കിൽ പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ പാലായെ സംബന്ധിച്ച് 2019 ഈ ജോസ് ടോം മത്സരിക്കുന്ന സമയത്ത് മാണി സി കാപ്പൻ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്ന സമയത്ത് ഉണ്ടായതിനും അപ്പുറത്തേക്ക് ഗണ്യമായിട്ട് ഭൂരിപക്ഷം പാലായിൽ 2021 ജോസിനെതിരെ നേടിയ വിജയം, ചരിത്ര വിജയം ആവർത്തിച്ച ഒരു കക്ഷിയാണ് ഈ മാണി സി കാപ്പൻ. അപ്പോൾ മാണി സി കാപ്പനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിക്ക് എന്തായാലും അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് പോലും കടക്കാനുള്ള സാധ്യതയില്ലല്ലോ. തീർച്ചയായും പ്രതീക്ഷ. കാരണം UDF അത്തരത്തിലൊരു നീക്കം നടത്തുമെന്ന നിലവിൽ ഇപ്പോൾ നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം മാണി സി കാപ്പൻ അവിടെ കഴിഞ്ഞ 7 വർഷമായി MLA ആണ്. വളരെ വ്യക്തിപരമായി ഇതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്റേതായ രീതിയിലുള്ള വർക്കുകളൊക്കെ തന്നെ പണികളൊക്കെ തന്നെ മാണി സി കാപ്പൻ തുടങ്ങിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാണി സി കാപ്പനെ മാറ്റി അവിടെ മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ നിലവിൽ ഇപ്പോൾ UDF-ൽ ചർച്ചകളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാണി സി കാപ്പൻ തന്നെയാകും അവിടുത്തെ UDF-നെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യത്തിലേക്ക് നമ്മൾ UDF പോകുകയാണെങ്കിൽ അതിന് ഒരു മുഴ മുന്നേ നിലവിൽ ഇപ്പോൾ മാണി സി കാപ്പൻ എറിയുകയാണ് എന്നാണ് നിലവിൽ ഇന്ന് നടന്ന ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു മുന്നറിയിപ്പ് നിലവിൽ ഇപ്പോൾ കാപ്പൻ നൽകുകയാണ്. ഇനി അത്തരത്തിൽ നിന്ന് സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ താൻ തന്നെയാകും അവിടുത്തെ സ്ഥാനാർത്ഥി. കാരണം കഴിഞ്ഞ 7 കൊല്ലം അവിടുത്തെ MLA അങ്ങനെ കാപ്പനും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മുൻകൂട്ടി കണ്ട് കളി തുടങ്ങിയിരിക്കുന്നു.